വിശുദ്ധ വാരത്തിലെ ആദ്യ ദിനമായ ഈ തിങ്കൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആഴത്തിലുള്ള ഒരു പുനർവിചിന്തനത്തിന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യേശുവിന് വിശന്നപ്പോൾ ഇലകൾ നിറഞ്ഞ ഒരു അത്തിവൃക്ഷം കണ്ടു, എന്നാൽ അതിൽ ഫലങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. ഈ സംഭവം നമ്മുടെ ജീവിതത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത്. പുറമേ കാണുന്ന ഭക്തിയും പ്രകടനങ്ങളും കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ സ്നേഹം, ദയ, കരുണ തുടങ്ങിയ ആത്മീയ ഫലങ്ങൾ ഉണ്ടോ എന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുറമേ വിശ്വാസിയാണെന്ന് നടിക്കുകയും ഉള്ളിൽ ശൂന്യത സൂക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ജെറുസലം ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്നവരെ യേശു പുറത്താക്കി. എൻ്റെ വീട് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നാണ് അവൻ അരുളി ചെയ്തത്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് നൽകേണ്ട സ്ഥാനം നാം എന്തിനെയാണ് പ്രതിഷ്ഠിച്ച് നൽകിയിരിക്കുന്നത്? സ്വാർത്ഥത, കോപം, അസൂയ തുടങ്ങിയ കച്ചവടക്കാരെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി ദൈവത്തിനായി ഇടം ഒരുക്കേണ്ട ദിവസമാണ് ഇന്ന്. ബെത്തനിയായിൽ വെച്ച് ലാസറിൻ്റെ സഹോദരിയായ മറിയം വിലയേറിയ സുഗന്ധതൈലം യേശുവിൻ്റെ പാദങ്ങളിൽ പൂശിയ സംഭവം ഈ ദിനങ്ങളിൽ അനുസ്മരിക്കപ്പെടുന്നു. ലോകം നഷ്ടം എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നൽകുന്നതാണ് യഥാർത്ഥ ആരാധന. നമ്മുടെ സമയം, കഴിവ്, ജീവിതം എന്നിവ ദൈവത്തിനായി വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശുദ്ധ തിങ്കൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ശുദ്ധീകരണമാണ്. വരാനിരിക്കുന്ന വലിയ ആഴ്ചയുടെ പീഡാനുഭവങ്ങളിലേക്കും ഉത്ഥാനത്തിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. സ്നേഹസ്വരൂപനായ കർത്താവേ, വിശുദ്ധ വാരത്തിലെ ഈ ഒന്നാം ദിനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനീതരായി നിൽക്കുന്നു. അങ്ങയുടെ പീഡാനുഭവങ്ങളെയും മരണത്തെയും ഞങ്ങളുടെ ഓർമ്മയിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ അത് ഞങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ, ഫലമില്ലാത്ത അത്തിവൃക്ഷത്തെ പോലെ പുറമേ മാത്രം ഭക്തി പ്രകടിപ്പിക്കുകയും ഉള്ളിൽ സ്നേഹശൂന്യരായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഇലകൾ മാത്രമുള്ള ജീവിതമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങളെ മാറ്റണമേ. യെരുസലേം ദേവാലയത്തെ അങ്ങ് ശുദ്ധീകരിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ അസൂയ, കോപം, സ്വാർത്ഥത എന്നീ അശുദ്ധികളെ പുറന്തള്ളുവാനും അങ്ങയുടെ സമാധാനം അവിടെ നിറയ്ക്കുവാനും കൃപ നൽകണമേ. ബെത്തനിയായിലെ മറിയത്തെ പോലെ ഞങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിലയേറിയത് അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ കുരിശിൻ്റെ വഴിയിൽ പങ്കുചേരുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ.